എല്ലാവർക്കും കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോ നമ്മൾ വരാമെന്ന്. പക്ഷെ ഇന്ന് വന്നിരിക്കുന്ന റിവ്യൂ വീഡിയോ ആയിട്ടല്ല. വണ്ടി ഒരു 1500 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് റിവ്യൂ ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു ആഡ് ഓൺ പോലെ വണ്ടിയിലേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നമ്മൾ ചെയ്യാൻ പോകണം. ജസ്റ്റ് ഒരു അപ്ഡേഷൻ പോലെ വണ്ടിക്ക് നമ്മൾ വണ്ടിക്ക് ഒരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യണം. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം നമ്മൾ ഇത്രയും ഒത്തിരി സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഡാഷ് ക്യാം ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ എല്ലാത്ത കാരണങ്ങളെ കൊണ്ട് പോലും നമ്മൾ പല ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നേരിടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡാഷ് ക്യാം വെച്ചാൽ അതൊരു ഉപകാരമായിരിക്കും. നമ്മളൊരു ഡാഷ് ക്യാം മേടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാണ് നമ്മൾ ഡാഷ് ക്യാം മേടിച്ചേക്കുന്നത്. ഓക്കെ, ഈ ഡാഷ് ക്യാം എന്ന് പറയുന്നത് 70 MIയുടെ ഡാഷ് ക്യാമാണ്. 2.7 HD വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാമാണ്. അപ്പം അതിൻ്റെ അൺബോക്സിങ്ങും ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കണ്ടു നോക്ക്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒരു സൈഡിൽ ക്യാമറയാണ്, 2 ക്യാമറ, ഇത് ഫ്രണ്ടും ഇത് ബാക്കിലും വെക്കേണ്ട ക്യാമറയുടെ സെറ്റ്. അതുപോലെ ഈ സൈഡിൽ അതിന് വേണ്ടി ആക്സറീസും കാര്യങ്ങളും, ഇതൊക്കെ അതിൻ്റെ ഒരു ടൂളും കാര്യങ്ങളൊക്കെ. നമ്മൾ ആ ബോർഡ്, അതായത് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്ന് ഇതൊക്കെ വയറൊക്കെ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വയറ് കണക്ഷന് 2 സെറ്റ് വയർ പീസ് കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാർജിങ് സോക്കറ്റിൽ കുത്താനുള്ള ചാർജിങ്. പിന്നെ മെയിൻ സാധനം ഇതാണ് ഇളക്കിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ വിൻഷീൽഡിൽ ഒട്ടിച്ചിട്ട് ഫ്രണ്ടിലത്തെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള കണക്ഷനാണിത്. ഒട്ടിക്കുന്ന ഒരു ടു സൈഡ് സ്റ്റിക്കറും ഒക്കെ ആയിട്ടുള്ള കണക്ഷൻ സാധനമാണ് ഇതുണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ട് നമുക്ക് ക്യാമറ അൺബോക്സ് ചെയ്യാം. ഇതാണ് ക്യാമറയുടെ ഒരു ഓവറോൾ ലുക്ക്. ശരിക്കും ഇങ്ങനെയാണ് ഇത് കാണുന്നത്. ഡിസ്പ്ലേ ആണ്, ഇതിൻ്റെ ഫ്രണ്ട് വരുന്നൊരു ഡിസ്പ്ലേ ആണ്. അത് ഞാൻ ഇളക്കിയിട്ടില്ല, ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ക്യാമറ വരുന്നത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. 2.7K റെക്കോർഡിങ് വരുന്ന ക്യാമറയാണ്. പിന്നെ ഇതുപോലെ ഡാഷ് ക്യാമിൽ ഇതിവിടെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു അഡാപ്റ്റർ, ഇത് വെച്ചിട്ട് 2 സ്റ്റൈൽ സ്റ്റിക്കർ ഒരു അഡാപ്റ്ററാണ്. ആ അഡാപ്റ്റർ ഇതിലോട്ട് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ലോക്കായിട്ടിരിക്കും. ഇതാണ് ഫ്രണ്ടിലെ ക്യാമറ. ബാക്കിൻ്റെ ക്യാമറ ഇങ്ങനെയാണ്. ബാക്കിൻ്റെ ക്യാമറ ഇങ്ങനെ ഇരിക്കും. ബാക്കിൻ്റെ ക്യാമറ ഓൾറെഡി സ്റ്റിക്കർ അതിൽ തന്നെ ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് കൊണ്ട് ആഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിന് മെയിനായിട്ട് വരുന്നത് 1 year വാറണ്ടി വരുന്നുണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഈ പ്രോഡക്റ്റ്. റിവ്യൂ ഒക്കെ കണ്ടു വലിയ കുഴപ്പമില്ല എന്നൊരു ഉറപ്പ് വരുത്തിയിട്ട് മേടിച്ച പ്രോഡക്റ്റാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇനിയും നമ്മുടെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചെയ്തിട്ട് പറയാം. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആവശ്യമാണുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം. നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നില്ല, നമ്മൾ കടയിൽ തന്നെ കൊടുത്തത് കണക്ട് ചെയ്യിപ്പിക്കുകയാണ്. വണ്ടിയിൽ ക്യാം വെച്ച ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മിററിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഇരിക്കും ക്യാമറ സെറ്റും കാര്യങ്ങളെല്ലാം. ഇങ്ങനെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. അതിനകത്ത് 4 ബട്ടണാണ് മെയിനായിട്ട് വരുന്നത്. ഈ ബാക്കിലത്തെ ബട്ടൺ ബാക്കിലത്തെ ക്യാമറ ഇടാനുള്ളതാണ് ഫസ്റ്റ് ബട്ടൺ. രണ്ടാമത്തെ ബട്ടൺ, മൂന്നാമത്തെ ബട്ടൺ നമ്മൾ ഒക്കെ കാര്യങ്ങളൊക്കെ, അതായത് ഏതെങ്കിലും വീഡിയോ നമുക്ക് സെക്കൻഡ് ബട്ടൺ വരുന്ന ഏതെങ്കിലും വീഡിയോ നമുക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് വീഡിയോ സേവ് ചെയ്ത് വെക്കാം. മൂന്നാമത്തെ ഗാലറിയിലുള്ള വീഡിയോസൊക്കെ ബാക്കി കാണാനുള്ളതാണ്. നെക്സ്റ്റ് ബട്ടണാണ് നമുക്ക് സെറ്റിങ്സ് ബട്ടൺ വരുന്നത്. സെറ്റിങ്സ് ബട്ടണിനകത്ത് വീഡിയോ സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നാവിഗേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ബട്ടൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ 4 ബട്ടൺ തന്നെയാണ് നാവിഗേറ്റ് ചെയ്യാനും സെലക്ട് ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെയായിട്ട് പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത്, അതായത് ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് പാർക്കിംഗ് സർവൈലൻസ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യാൻ പറ്റും. പക്ഷേ അത്
എക്സ്റ്റേണൽ ഒരു ഹാർഡ്വെയർ കിറ്റ് പോലെ എന്തോ മേടിച്ചിട്ട് വേണം ചെയ്യാൻ. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ CCTV വർക്ക് ചെയ്യുന്ന പോലെ ഫുൾ ടൈം ഓണായിട്ട് എടുക്കും. വണ്ടി പാർക്കിംഗ് കിടന്നാലൊക്കെയും സർവൈലൻസ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നുള്ളതെന്ന് പറയുന്നത് അതിനകത്ത് മെമ്മറി കാർഡ് നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, അതിൻ്റെ സ്ലോട്ട് സൈഡിലുണ്ട്. ഈ കണക്ഷൻ വരുന്ന ഒന്ന് ഫ്രണ്ടിലത്തെ ഇതിനുള്ള പവറും ബാക്കിലത്തെ വരുന്ന ക്യാമറയുടെ വയറുമാണ് ഈ രണ്ടെണ്ണം കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാൻ എന്താ ഉള്ളത്, പിന്നെ ഇതിനകത്ത് ഫുൾ ടൈം ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ല ഓൺ ആക്കിയിടാം. അതുപോലെ വണ്ടിയുടെ ഇപ്പോൾ ഒരു വണ്ടിക്കൊരു കൊളീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേക്കൊക്കെ വണ്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള സെൻസേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം തന്നെ എമർജൻസി വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അത് അങ്ങനെ കുറച്ച് ആക്റ്റീവ്. ആ എമർജൻസി വീഡിയോ മറ്റുള്ള വീഡിയോ പോലെ ഡിലീറ്റ് ആയി പോകത്തില്ല കറക്റ്റായിട്ട്. അത് ഒരു പ്രത്യേക ഫോൾഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കും അവർ. അങ്ങനെയൊക്കെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ചെയ്യുന്ന GPS സിഗ്നലും കാര്യങ്ങളുണ്ട്. ആ സ്ക്രീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് നമ്മൾ GPS ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, പിന്നെ വണ്ടിയുടെ സ്പീഡ്, എത്ര സ്പീഡിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഫുള്ളായിട്ടുള്ള സെറ്റപ്പ്. ഇത്രയും ഞാൻ ഇപ്പം വെച്ചിട്ടൊരു 2-3 ആഴ്ച ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി. വണ്ടി കൊള്ളാം, കുഴപ്പമില്ല. ഫ്രണ്ടിലത്തെ ക്യാമറ നിങ്ങൾക്കിപ്പം കാണാം, ഈ സ്ക്രീനിൽ തന്നെ വരും. നൈറ്റ് വിഷനും അതുപോലെ ഡേ വിഷനും വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെയും ബാക്ക് ക്യാമറയും രണ്ടും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ഞാൻ ഓക്കെയാണ്, കാരണം വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. വിഷ്വൽസ് എല്ലാം കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വേറെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് ക്യാമറയിൽ ഡേയിലെ വിഷ്വൽസ് ഓക്കെയാണ്. ഓക്കെ എന്ന് പറയാം. 1080pയിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ പോലും ഓക്കെയാണെന്ന് പറയാം. ബട്ട് നോട്ട് മച്ച് സാറ്റിസ്ഫൈഡ്. പിന്നുള്ളതെന്ന് പറയുന്നത് ബാക്കിലത്തെ ക്യാമറ നൈറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് പ്രശ്നം. വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് മേളിൽ വരുന്നുണ്ടല്ലോ, നമ്മൾ എന്താണ് പറയുന്നത് ഈ പേര് ഞാൻ നോക്കുന്നില്ല. ആ ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൂടെ ഇത് വരുന്നതുകൊണ്ട് ഒരു റെഡിഷ് കളറിലാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള സാധിക്കുന്ന ഒരു ക്യാമറയാണ് ബാക്കിലത്തെ ക്യാമറ. 70mAയുടെ ആൻഡ്രോയിഡ് ആൻഡ് iOS രണ്ടിലും ആപ്പുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റിങ്സ് ആണെങ്കിലും എടുക്കുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും മൊബൈലിൽ കാണാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം 70mAയുടെ ഈ ഡാഷ് ക്യാമിൽ അവൈലബിൾ ആണ്. എൻ്റെ റിവ്യൂ വെച്ച് ഓവറോൾ ഗുഡാണ്. ബാക്ക് ക്യാമിൽ മാത്രമേ ഞാൻ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വെർത്താണ്. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.